ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് തൈപ്പൂയത്തെക്കുറിച്ച് മനസ്സിലാക്കാം. 2025 ഫെബ്രുവരി 11 അതായത് മകരമാസം 29 ചൊവ്വാഴ്ച ഈ വർഷത്തെ തൈപ്പൂയം. തമിഴ് പഞ്ചാംഗത്തിൽ തൈ മാസത്തിലെയും മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിലെയും പൂയം നാളാണ് തൈപ്പൂയമായി നമ്മൾ ആഘോഷിക്കുന്നത്. ശിവപുത്രനും ദേവസേനാധിപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് ഇന്നും പലരുടെയും വിശ്വാസം. അതൊരു അബദ്ധധാരണയാണ്. താരകാസുരൻ്റെ നിഗ്രഹത്തിന് ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിനമാണ് തൈപ്പൂയം, അല്ലാതെ ഭഗവാന്റെ ജന്മദിനമല്ല. താരകാസുര നിഗ്രഹത്തിനായി ദേവന്മാർ പരമശിവനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ശിവപാർവതി പുത്രനായി സുബ്രഹ്മണ്യദേവൻ ജനിക്കുകയാണ് ചെയ്തത്. അഗ്നിയിലാണ്ടുപോയ ശിവരേതസിൽ നിന്നാണ് സ്കന്ദൻ്റെ ജനനം എന്ന് മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പറയുന്നുണ്ട്. ശ്രീ പരമേശ്വരൻ ഉമാദേവിയോട് പറയുകയാണ്, 5 മുഖങ്ങളോടെ പഞ്ചകൃത്യങ്ങൾ നിർവഹിക്കുന്ന സദാശിവനാണ് ദേവി ഞാൻ. ഒരു മുഖവും പല രൂപങ്ങളുമുള്ള പരാശക്തിയാണ് ദേവി. നമ്മുടെ 6 മുഖങ്ങൾ ഷൺമുഖനിൽ വിളങ്ങുന്നു. നമ്മൾ ഒന്നാകുമ്പോൾ മുരുകനാകുന്നു. 6ഉം കൂടിച്ചേർന്നൊരു രൂപ ആരാധനയായിട്ടാണ് 6 മുഖമുള്ള മുരുകൻ സംജാതമായത്. പരമശിവൻ്റെ 5 മുഖവും ശ്രീ പാർവതി ദേവിയുടെ ഏകമുഖവും ചേർന്നാണ് 6 മുഖനായി ശ്രീ മുരുകദേവനെ അറിയപ്പെടുന്നത്. അത് ശ്രീ മുരുകൻ എന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം തന്നെ നോക്കുമ്പോൾ ശ്രീ എന്നാൽ ഐശ്വര്യമാണ്, അത് ദേവിയാണ്. മു എന്ന് വെച്ചാൽ മുകുന്ദൻ അല്ലെങ്കിൽ വിഷ്ണു. രു എന്നാൽ രുദ്രൻ അല്ലെങ്കിൽ ശിവഭഗവാൻ. കാ മുരുകൻ എന്നുള്ളതിൻ്റെ കാ അത് കമലോത്ഭവൻ അല്ലെങ്കിൽ ബ്രഹ്മദേവനാണത്. അങ്ങനെ ത്രിമൂർത്തികൾ ഒന്നു ചേർന്ന ദേവൻ എന്നാണ് ശ്രീ മുരുകൻ എന്ന നാമത്തിൻ്റെ അർത്ഥം. ത്രിമൂർത്തികളും ആ ത്രിമൂർത്തികളുടെ ശക്തി സ്വരൂപിണിയായ ഐശ്വര്യദേവതയായ മായാപ്രകൃതിയായ ശ്രീ പാർവതി ദേവിയും കൂടി ചേർന്നതാണ് ശ്രീ മുരുക ഭഗവാൻ. ശ്രീ പരമേശ്വരൻ്റെ പുത്രനായതുകൊണ്ട് മുരുകൻ ഒരു പിള്ളയായും, അതായത് കുട്ടിയായും, കുമാരനായും സംഘം കൃതികളിൽ പറയുന്നു. അതുകൊണ്ടാണ് കുമാരൻ എന്നൊക്കെ നമ്മൾ ഭഗവാനെ പറയുന്നത്, ശിവഭഗവാന്റെ കുട്ടിയായതുകൊണ്ട്. എല്ലാ വിജയങ്ങളും നൽകുന്ന ദൈവമായതിനാൽ വേലനെന്നും വെറ്റിവേലനെന്നും മുരുകനെ വാഴ്ത്തുന്നു. 6 ശിരസുകൾ ഉള്ളതുകൊണ്ട് ഷൺമുഖനും 6 മുഖനുമാണ്. ഭഗവാന്റെ കൊടിക്കൂറയിൽ പൂവൻ കോഴിയുടെ അടയാളമുള്ളതുകൊണ്ട് ശെൽവക്കൊടിയനെന്നും വിരിഞ്ഞ മാറിടങ്ങളോട് കൂടിയവനായതിനാൽ കാന്തനെന്നും മലമ്പ്രദേശങ്ങളിലെ ഗുഹകളിൽ വസിക്കുന്നത് കൊണ്ട് ഗുഹനെന്നും മുരുകന് പേരുകളുണ്ട്. ശരവണപ്പൊയ്കയിൽ നിന്നുത്ഭവിച്ചതുകൊണ്ട് ശരവണഭവനെന്നും, സ്വന്തം പിതാവായ ശ്രീ പരമേശ്വരന് പ്രണവത്തിൻ്റെ സാരം ഉപദേശിച്ചതുകൊണ്ട് ഗുരുവും സ്വാമിനാഥനുമാണ് ഭഗവാൻ. വേദങ്ങൾക്കെല്ലാം ഇരിപ്പിടമായതിനാൽ സുബ്രഹ്മണ്യനെന്നും, അതായത് ശുഭമായ ബ്രാഹ്മണ്യം ഉള്ളവനാണ് സുബ്രഹ്മണ്യൻ. ഗംഗയുടെ മകനായതുകൊണ്ട് ഗാംഗേയനെന്നും മുരുകനെ അറിയപ്പെടുന്നു. കാർത്തിക മംഗമാർ അതായത് കൃത്തികൾ വളർത്തിയതുകൊണ്ട് കാർത്തികേയനെന്നും, സുന്ദരനായതിനാൽ മുരുകനെന്നും, കരങ്ങളിൽ വേലും ദണ്ഡും ഏന്തിയതുകൊണ്ട് വേലായുധനെന്നും ദണ്ഡപാണിയെന്നും ഭഗവാനെ വിളിക്കുന്നു. വേദങ്ങളിൽ അഗ്നിപുഷ്പം എന്നാണ് സുബ്രഹ്മണ്യനെ അറിയപ്പെടുന്നത് തന്നെ.
വേദങ്ങൾ എന്നാൽ അറിവുകൾ. എല്ലാ അറിവുകൾക്കും ഇരിപ്പിടമായതിനാൽ വേദാംഗങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി വിജ്ഞാന രൂപനായ സുബ്രഹ്മണ്യനെയാണ് ആരാധിക്കേണ്ടത്. ഓംകാരപ്പൊരുളിൻ്റെ രഹസ്യം ദേവന്മാർക്ക് വെളിപ്പെടുത്തിയ ജ്ഞാനഗുരുവും ഒപ്പം ദേവസൈന്യാധിപനുമാണ് ശ്രീ മുരുക ഭഗവാൻ. ജ്യോതിഷത്തിലെ ഉപജ്ഞാതാവായ സുബ്രഹ്മണ്യൻ തൻ്റെ പിതാവായ പരമശിവന് ഭിക്ഷയാചിക്കുവാനുള്ള യോഗത്തെ മുൻകൂട്ടി പ്രവചിക്കുന്നു. ആ ജ്യോതിഷത്തിൻ്റെ അറിവ് മൂലം ഭഗവാൻ നിർമ്മിച്ചു എന്നു കരുതുന്ന സ്കന്ദ ഹോരയാണ് ജ്യോതിഷത്തിൻ്റെ മൂലഗ്രന്ഥം. അത് ഘോര എന്ന് പറയുന്നത് സ്കന്ധഘോരയാണ്. ജ്യോതിഷം പഠിക്കുന്നവർ അത് ഏറ്റവും ആദ്യം പഠിക്കുന്ന ഗ്രന്ഥമാണത്. അത് ശ്രീ സുബ്രഹ്മണ്യനാണ് ആ ഘോര എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥം രചിച്ചത്. സുബ്രഹ്മണ്യ ജാതകം രാശി പലകയിൽ വരച്ചു വെച്ച് അതിൽ തൊട്ട് രാശിയെ എടുക്കുന്നത് ഉത്തമമായി ജ്യോതിഷികൾ കണക്കാക്കുന്നു. നവഗ്രഹങ്ങളുടെ നാഥനായും കാവടിച്ചിന്തിൻ്റെ ദേവനായും ശക്തിയുടെയും ബുദ്ധിയുടെയും ദേവനായും സുബ്രഹ്മണ്യനെ വിശ്വസിച്ചു പോരുന്നു. സ്കന്ദലീലകൾ പ്രതിപാദിക്കുന്ന 7 ഖണ്ഡങ്ങളിലായി 81,100 ശ്ലോകങ്ങൾ അടങ്ങിയ സ്കന്ദപുരാണമാണ് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയത്. സ്കന്ദഷഷ്ഠി, തൈപ്പൂയം, വൃശ്ചികത്തിലെ തൃക്കാർത്തിക, വൈശാഖത്തിലെ വിശാഖം, കപിലഷഷ്ഠി, കർക്കിടകത്തിലെ കാർത്തിക, ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന വിശേഷ ദിവസങ്ങൾ. തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി ദിവസമാണ് ശൂരൻ എന്ന അസുരനെ, അതായത് ശൂരപത്മാസുരനെ ഭഗവാൻ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത്. ശൂരസംഹാരത്തിനായി തൻ്റെ മാതാവായ പരാശക്തി കൊടുത്തതാണ് സുബ്രഹ്മണ്യൻ്റെ ആയുധമായ വേല്. വള്ളി ദേവിയെ ഇച്ഛാശക്തിയായും ദേവയാനി ദേവിയെ ക്രിയാശക്തിയായും ശ്രീ വേലായുധനെ ജ്ഞാനശക്തിയായും കരുതുന്നു. അപ്പോൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇത് മൂന്നും കൂടി സമ്മേളിക്കുന്ന ആളാണ് ശ്രീ പാർവതീ ദേവിയുടെ മകനായ സ്കന്ദൻ. മറ്റൊരു വിശേഷ ദിവസമായ വൃശ്ചികത്തിലെ തൃക്കാർത്തികയിലാണ് 6 ദിവസം കഠിന തപസ്സനുഷ്ഠിച്ച സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ നിഗ്രഹിക്കുന്നത്. താരകാസുര നിഗ്രഹത്തിന് ശേഷം ദേവസേനയുടെ അധിപനായി സുബ്രഹ്മണ്യനെ അവരോധിക്കുന്ന ദിവസമാണ് തൈപ്പൂയം. ഹിഡുംബൻ മലകൾ ചുമന്ന് പഴനിയിൽ കൊണ്ടു ചെന്ന് വെച്ചതും ഹിഡുംബന് വരം നൽകി മലയുടെ മധ്യഭാഗത്ത് ഇരിക്കുവാൻ ഇടം നൽകിയതും തൈപ്പൂയത്തിലാണ്. ഈ ഹിഡുംബൻ്റെ ഈ മല ചുമക്കുന്ന ആ ഒരു കഥയും വളരെ വിശേഷപ്പെട്ടതാണ്. അതായത് അഗസ്ത്യ മഹർഷി പരമശിവനോട് തപസ്സനുഷ്ഠിച്ച് ഭഗവാനിൽ നിന്ന് വരം മേടിക്കും, എനിക്ക് 2 മലകൾ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഭഗവാൻ ആ മലകൾ കൊടുക്കുന്നു. ആ വലിയ മലകൾ ഹിഡുംബൻ എന്ന് പറയുന്ന രാക്ഷസനെയാണ്, ആ അസുരനെയാണ് അഗസ്ത്യ മഹർഷി ഏൽപ്പിക്കുന്നത് അത് ചുമന്നുകൊണ്ട് വരുവാൻ. അങ്ങനെ ഹിഡുംബൻ ഒരു ദണ്ഡിൽ ഈ 2 വലിയ മലകൾ, വളരെ ശക്തനാണ്, അസുരനാണ് ഹിഡുംബൻ, ഇങ്ങനെ ചുവന്നുകൊണ്ട് വരുമ്പോൾ ഈ തമിഴ്നാട്ടിൽ ഈ ഭഗവാൻ ഇരിക്കുന്ന പഴനിമലയുടെ അവിടെ എത്തിയപ്പോൾ ഹിഡുംബൻ അത് നിലത്തു വെക്കുകയാണ് ചെയ്തത്, ഭാരം കാരണം. അപ്പോൾ ഇങ്ങനെ ഈ 2 മലകൾ ഒരു ദണ്ഡിൻ്റെ അപ്പുറം ഇപ്പുറം വെച്ചപ്പോൾ അതൊരു കാവടി രൂപത്തിലാണ് കൊണ്ടുവന്നത് തന്നെ. അങ്ങനെയാണ് ഭഗവാന്. അപ്പോൾ ഈ മലകൾ അവിടെ വെച്ചതിന് ശേഷം വീണ്ടും എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹിഡുംബൻ നോക്കിയാൽ ആ മല അങ്ങ് ഉറച്ചുപോയി, എടുക്കാൻ സാധിക്കാതെ വരും. ആ മലകളാണ് പഴനിമലയായി അറിയപ്പെടുന്നത്. അതിനിടയ്ക്ക് ഈ ഹിഡുംബൻ്റെ ആരാധനാ കേന്ദ്രം, ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ദേവസേനാധിപതിയായ
സുബ്രഹ്മണ്യ ഭഗവാന്റെ അടുത്ത് തന്നെ ആ മലയുടെ ഇടയ്ക്ക് തന്നെ ഹിഡുംബന് സ്ഥാനം കിട്ടിയത് അങ്ങനെയാണ്. ഹിഡുംബൻ ആ മലകൾ ചുമന്നുകൊണ്ട് വന്നതാണ്. അതൊരു അസുരനായിട്ടും ഭഗവാനുമായി ബന്ധപ്പെട്ട് ആ അസുരനെ പോലും ആരാധിക്കുന്ന പൈതൃകമാണ് സനാതനധർമ്മത്തിനുള്ളത്. അങ്ങനെയാണ് പഴനിമല ഉണ്ടായതെന്നാണ് സങ്കല്പം. അപ്പോൾ ആ ഹിഡുംബൻ ചുമന്ന് പഴനിയിൽ കൊണ്ടുവന്ന് വെച്ചതും ഹിഡുംബന് വരം നൽകി മലയുടെ മധ്യഭാഗത്ത് ഇരിക്കുവാൻ ഇടം നൽകിയതും തൈപ്പൂയത്തിലായിരുന്നു. പഞ്ചാമൃതം, പാല്, നെയ്യ്, നാളികേരം എന്നിവയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന നിവേദ്യങ്ങൾ. അരളിപ്പൂക്കൾ, മഞ്ഞ ചെമ്പകം, മഞ്ഞ മന്ദാരം, മഞ്ഞ ചെത്തിപ്പൂക്കൾ എന്നിവ മുരുകന് വളരെ വിശേഷപ്പെട്ട പുഷ്പങ്ങളാണ്. ഭസ്മവും തിലകവും ചന്ദനവുമാണ് ഏറ്റവും വിശേഷപ്പെട്ട കുറിക്കൂട്ടുകൾ. അതുപോലെ തന്നെ ഷഷ്ടിവ്രതവും കാർത്തിക വ്രതവുമാണ് മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട വ്രതങ്ങൾ. പായസം, കാവടിയാട്ടം, തലമുണ്ടനം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകളായി ചെയ്യുന്നത്. തലമുണ്ടനം ചെയ്യുന്ന വഴിപാടിലൂടെ തൻ്റെ സൗന്ദര്യവും അഹന്തയും ദേവന് സമർപ്പിച്ചിട്ട് വിനയാന്യുതനായി തീരുക എന്നതാണ് ആ സങ്കല്പം. ചൊവ്വ ദിശ അനുഭവിക്കുന്ന, അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദശാദോഷം അനുഭവിക്കുന്നവരും, അഷ്ടമത്തിൽ കുജൻ ഉള്ളവരും, കന്നി, മിഥുനം, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നക്കാരും സുബ്രഹ്മണ്യദേവനെ ഉപാസന നടത്തണം. ജഗദ്ഗുരു ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും അരുണഗിരിനാഥനും മുത്തുസ്വാമി ദീക്ഷിതരും ഔവയാറുമെല്ലാം സ്കന്ദപാദങ്ങളിൽ പാടിപ്പാടി ജന്മസാഫല്യം നേടിയവരാണ്. മുരുകൻ്റെ 6 പടൈ വീടുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആയുധവിദ്യയിൽ നിപുണനായിരുന്ന കുമാരന് 6 സേനാ സമൂഹങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഈ സേനകളെ പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ സുബ്രഹ്മണ്യൻ്റെ പ്രശസ്തമായ 6 ക്ഷേത്രങ്ങളായി മാറി. ആ ക്ഷേത്രങ്ങളാണ് 6 പടൈ വീട് എന്നറിയപ്പെടുന്നത്. ശൂര പത്മാസുരനുമായി നടന്ന ആ യുദ്ധകാലത്ത് യോഗനിഷ്ഠയ്ക്കും ധ്യാനത്തിനുമായി മുരുകൻ വസിച്ച സ്ഥലങ്ങളാണ് 6 പടൈ വീടുകൾ എന്ന് പറയപ്പെടുന്നത്. ഒന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുപ്രംകുണ്ടം ഷഡ്ചക്രങ്ങളിൽ മൂലാധാര ചക്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശൂര പത്മാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരുടെ ദുഃഖങ്ങൾ അകറ്റിയ സ്കന്ദദേവന് ദേവേന്ദ്രൻ തൻ്റെ പുത്രിയായ ദേവയാനിയെ വിവാഹം ചെയ്തു കൊടുത്തത് തിരുപ്രംകുണ്ഡത്തിൽ വെച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം. രണ്ടാമത്തെ പടവീടായി അറിയപ്പെടുന്ന തിരുച്ചെന്തൂർ ഷഡ്ചക്രങ്ങളിൽ സ്വാധിഷ്ഠാന ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ശൂര പത്മാസുരനെയും സിംഹശൂരനെയും സംഹരിച്ച സ്ഥലമാണ് ഇവിടം. ശൂരപത്മാസുരൻ്റെ കാരാഗൃഹത്തിൽ നിന്നും മോചിതരായ ദേവന്മാർ നന്ദി പുരസ്കാരം ആരാധിച്ച സ്ഥാനവും കൂടിയാണിത്. രോഗബാധയിൽ അവശത അനുഭവിച്ച ശ്രീ ശങ്കരാചാര്യർ തിരുച്ചെന്തൂരിലെത്തി ശ്രീ മുരുകനെ ഭജിച്ച് രോഗശമനം വരുത്തി സുബ്രഹ്മണ്യ ഭുജംഗ സ്തോത്രം രചിക്കുകയുണ്ടായി. മൂന്നാമത്തെ പടവീടായി അറിയപ്പെടുന്ന പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം ഷഡ്ചക്രങ്ങളിൽ മണിപൂരക ചക്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. പഴനിയിൽ മുരുകൻ ദണ്ഡായുധപാണിയായി ആണ്ടിക്കോലത്തിൽ ദർശനമരുളുന്നു. ജ്ഞാനപ്പഴം കിട്ടാത്ത ദേഷ്യത്തിൽ മാതാപിതാക്കളായ ശിവപാർവതിമാരോട് കോപിച്ച് മുരുകൻ ഇരുന്ന സ്ഥലമാണ് തിരു ആവിനാങ്കുടി എന്ന ഇന്നത്തെ പഴനി. പരമഭക്തന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴം നീയാണ് എന്ന് ഉമാമഹേശ്വരന്മാർ പറഞ്ഞതിനാലാണ്
ഈ സ്ഥലത്തിന് പഴം നീ എന്ന അർത്ഥത്തിൽ പഴനി എന്ന പേര് വന്നത്. അതാണ് വേദമാകുന്ന വേദങ്ങൾ എന്ന് വെച്ചാൽ സർവജ്ഞാനത്തിൻ്റെയും പഴമാണ് നീ എന്നാണ് ഉമാമഹേശ്വരന്മാർ ശ്രീ മുരുക ഭഗവാനോട് പറയുന്നത്. അങ്ങനെയുള്ള നിനക്ക് മറ്റൊരു പഴം എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് പഴം നീ എന്ന പദത്തിൽ നിന്ന് പഴനി എന്ന പദം ഉണ്ടായത്. 6 പടൈ വീടുകളിൽ 4ാമത്തേതായി അറിയപ്പെടുന്ന സ്വാമിമല ഷഡ്ചക്രങ്ങളിൽ അനാഘത ചക്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശ്രീ പരമേശ്വരന് മുരുകൻ പ്രണവ മന്ത്രാർത്ഥം ഊതിക്കൊടുക്കുന്ന സങ്കല്പമാണ് സ്വാമിമലയിൽ ഉള്ളത്. സ്വാമിയായ മഹാദേവന് സുബ്രഹ്മണ്യൻ ഗുരുവായി വിളങ്ങി ഉപദേശം നൽകിയതുകൊണ്ടാണ് സ്വാമി എന്ന പേരിലും ഗുരുമല എന്ന നാമത്തിലും അറിയപ്പെടുന്നത്. അരുണാഗിരിനാഥ സ്വാമികൾക്ക് ശ്രീ മുരുകൻ ദർശനം കൊടുത്ത ഇടം സ്വാമിമലയിലാണ്. 6 പടൈ വീടുകളിൽ 5ാമത്തേത് ആയി അറിയപ്പെടുന്ന തിരുത്തണിമല ഷഡ്ചക്രങ്ങളിൽ വിശുദ്ധി ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഭഗവാൻ വള്ളിയെ വിവാഹം കഴിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടം. ശൂര പത്മാസുര രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത് സുബ്രഹ്മണ്യൻ തൻ്റെ കോപം ശമിപ്പിച്ച് ശാന്തനായി കുടികൊണ്ട സ്ഥലത്താണ് തിരുത്തണി മല എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉത്സവ ആഘോഷങ്ങളിൽ ശൂരസംഹാരം ഉൾപ്പെടുത്താറില്ല. യന്ത്രപൂജയോടെ വൈദിക മുറയിലാണ് ഇവിടെ പൂജകൾ അർപ്പിച്ചു വരുന്നത്. തിരുത്തണി മുരുകൻ്റെ അനുഗ്രഹത്തോടെയാണ് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ അത്ഭുതകരമായ കീർത്തനങ്ങൾ രചിക്കുവാനും ആലപിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 6ാമത്തെ പടവീടായി അറിയപ്പെടുന്നത് പഴമുതിർച്ചോലയാണ്. ഇത് ഷഡ്ചക്രങ്ങളിൽ ആജ്ഞാചക്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ മുരുകൻ്റെ അനുഗ്രഹസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. പ്രസിദ്ധ ഭക്ത കവയത്രി ഔവ്വയാർക്ക് ശ്രീ മുരുക ഭഗവാൻ ദിവ്യരൂപ ദർശനം കൊടുക്കുകയും ഔവയാർ മുഖാന്തരം മഹത് തത്വങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മറ്റ് 5 ക്ഷേത്രങ്ങൾ ദർശിച്ച ശേഷം ഇവിടെ ദർശിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണ അനുഗ്രഹം ഭക്തന് പ്രാപ്തമാകുന്നത്. ഇനിയും പഴനി വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം കൂടി നമുക്ക് നോക്കാം. പഴനിമലയിലെ നവപാഷാണ വിഗ്രഹമാണ്. പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ ഇന്ന് നാം കാണുന്ന ഭഗവാന്റെ നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഭോഗർ എന്ന സിദ്ധനാണ്. ദക്ഷിണ ദേശത്തെ 18 സിദ്ധന്മാരിൽ ഒരാളായ ഭോഗർ ജ്യോതിഷത്തിലും സിദ്ധവൈദ്യത്തിലും ആചാര്യനായിരുന്നു. ഒരു ചികിത്സാ സമ്പ്രദായമായ സിദ്ധവൈദ്യത്തിൽ യോഗവിദ്യയും നിഗൂഢ മന്ത്രസിദ്ധികളും അടങ്ങിയിരിക്കുന്നു. നവപാഷാണങ്ങൾ എന്നത് 9 കൊടും വിഷമുള്ള ഔഷധ വസ്തുക്കളാണ്. ആകെയുള്ള 64 പാഷാണങ്ങളിൽ, പാഷാണം എന്ന് വെച്ചാൽ കല്ലാണ്, പാഷാണങ്ങളിൽ 9 എണ്ണം തിരഞ്ഞെടുത്തത് അവയാൽ നിർമ്മിക്കപ്പെടുന്നതാണ് നവപാഷാണ വിഗ്രഹം. നവപാഷാണത്തിനു വേണ്ടി മൂലിക ഔഷധങ്ങൾ തിരഞ്ഞെടുത്തത് 473 തരം മൂലിക ചാറ് ചേർത്ത് വേണം നവപാഷാണ വിഗ്രഹം നിർമ്മിക്കാൻ. ഇതിനെ അല്ലെങ്കിൽ അളവോട് ചിട്ടയോടും കൂടി ഉപയോഗിച്ചാണ് അത് ഉപയോഗിച്ചാൽ അതൊരു മികച്ച ഔഷധമാകുന്നു. അതുകൊണ്ടാണ് പുരാതന കാലത്ത് സിദ്ധന്മാർ നവപാഷാണം കൊണ്ട് ദൈവവിഗ്രഹങ്ങൾ ഉണ്ടാക്കി അഭിഷേകവും ആരാധനയും ചെയ്തു വന്നിരുന്നത്. അഭിഷേകം ചെയ്യുന്ന വേളയിൽ നവപാഷാണ സ്പർശനമേൽക്കുമ്പോൾ അഭിഷേകം ചെയ്ത പ്രസാദത്തിനും ഔഷധ ഗുണം ഉണ്ടാകുന്നു. ഈ 9 പാഷാണങ്ങൾക്കും ഉള്ള ഔഷധ ഗുണങ്ങൾ ഓരോന്നാണ്.
ലിംഗപാഷാണം, അത് ഹൃദയത്തിന് ബലവും ശക്തിയും നൽകുന്നു. കുതിരപാഷാണം, അത് തളർന്ന ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു. കാർമുകിൽ പാഷാണം, ഇത് തലച്ചോറിലെ നീര് ഇല്ലാതാക്കുന്നു. രസസിന്ധൂരം, ഇത് ചർമ്മ സംബന്ധിയായ വ്യാധികളെയെല്ലാം അകറ്റുന്നു. വെള്ളപാഷാണം, ഇത് ധാതുക്കളുടെ കുറവിനെ ശരീരത്തിന് പരിഹരിക്കുന്നു. രക്തപാഷാണം, അത് നേത്രത്തിൻ്റെ കണ്ണുകളുടെ ന്യൂനതകളെ പരിഹരിക്കുന്നു. കമ്പിന രസം, കമ്പിനവ രസം, കമ്പി നവരസം, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ദുഷിച്ച നീരിനെ പുറത്തേക്ക് കളയുവാൻ ഈ കമ്പി നവരസം ഉപയോഗിക്കുന്നു. ഗൗരി പാഷാണം, ഇത് പൊതുവായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ്. സീതാപാഷാണം, ഇത് എല്ലാ പാഷാണങ്ങളെയും എല്ലാ കല്ലുകളെയും പ്രവർത്തിപ്പിക്കുന്നതാണ്. ഇവ ഇത്രയും ചേരുമ്പോഴാണ് നവപാഷാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീ മുരുക ഭഗവാന്റെ പഴനിമലയിലെ വിഗ്രഹം പാഷാണങ്ങളാൽ നിർമ്മിച്ച ഫോഗർ സിദ്ധൻ നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചാണ് ഇത്രയും വിശദമായി ഈ 9 പാഷാണങ്ങൾ, 9 കല്ലുകൾ, അവയുടെ ഔഷധ ഗുണം, ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഇതെല്ലാം വിവരിച്ചത്. ഏറ്റവും പഴക്കം ചെന്ന ലോകത്തെ ഏക നവപാഷാണ ശില പഴനി മുരുകൻ്റേത് മാത്രമല്ല ഈ ശിലയിൽ നിന്നും താപരശ്മികൾ പുറത്തേക്ക് ഗമിക്കുന്നതിനാൽ ക്ഷേത്ര നട അടയ്ക്കുന്നതിന് മുമ്പായി നിത്യവും ഈ ശില ചന്ദനം കൊണ്ട് മൂടി വയ്ക്കുന്നു. ഇനി മുരുക ഭഗവാനും 6 എന്ന സംഖ്യയും തമ്മിലുള്ള ബന്ധം നോക്കാം. 6 മുഖങ്ങളുണ്ട്, 6 പടൈ വീടുകൾ ഉണ്ട്, ശരവണഭവ എന്ന ഷഡാക്ഷര മന്ത്രമുണ്ട്, ഷഡ് കോൺ ചക്രമുണ്ട്, ഷഷ്ടി അതായത് 6ാമത്തെ തിഥി, വേദങ്ങളിൽ 6ാമത്തേതായ ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഭഗവാൻ. അതുപോലെ തന്നെ ശൂര പത്മാസുരനുമായുള്ള 6 ദിവസത്തെ യുദ്ധം നടക്കുന്നു. ക്ഷേത്ര പ്രദക്ഷിണ സംഖ്യ 6 തുടങ്ങിയവ മുരുകൻ്റെ സവിശേഷതകളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളും കൂടി പരിചയപ്പെടാം. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പയ്യന്നൂർ ക്ഷേത്രം, പെരുന്ന ക്ഷേത്രം, പെരളശ്ശേരി ക്ഷേത്രം, ഉദയനാപുരം ക്ഷേത്രം, കിടങ്ങൂർ ക്ഷേത്രം, ഇടപ്പഴനി ക്ഷേത്രം, പെരിശ്ശേരി ക്ഷേത്രം, ചെറിയനാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഉള്ളൂർ ക്ഷേത്രം, എടയ്ക്കാട് ക്ഷേത്രം, കല്ലാർ ക്ഷേത്രം, ഉമയനല്ലൂർ ക്ഷേത്രം, കുന്നുംപാർ ക്ഷേത്രം തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ. ഹരിപ്പാട്ട് 6 അടി ഉയരമുള്ള 4 കൈയുള്ള ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ. ഇത്രയും വലിപ്പവും ചൈതന്യവുമുള്ള സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹം വളരെ അപൂർവമാണ്. തുലാപായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉരിയരി പായസവും പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തണ്ണീരമൃതുമാണ് പ്രധാന വഴിപാട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിവരണമാണ് ഇവിടെ നടത്തിയത്. സ്വാമിയുടെ തൈപ്പൂയത്തിൻ്റെ പ്രാധാന്യം, 6 പടൈ വീടുകൾ, നവപാഷാണ വിഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ, അവിടുത്തെ വഴിപാടുകൾ, ഭഗവാന് 6 മുഖം എങ്ങനെയുണ്ടായി, 6 എന്ന സംഖ്യയുമായി ഭഗവാനുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, ഭഗവാന്റെ ഉത്ഭവം 6 മുഖങ്ങൾ, ശിവഭഗവാന്റെ 5 മുഖവും ശ്രീ പാർവതി ദേവിയായ ഐശ്വര്യദേവതയായ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ 1 മുഖവും ചേർന്നാണ് 6 മുഖം. ഇത്
കാർത്തിക മങ്കമാർ വളർത്തിയതുകൊണ്ട് കാർത്തികേയനായി ഗംഗാദേവി തൻ്റെ ആ തീർത്ഥത്തിൽ, ഗംഗാതീർത്ഥത്തിലാണ് ഈ ഉഗ്ര ശക്തിയുള്ള ശിവരേതസിനെ വളർത്തിയെടുത്തത്. അതുകൊണ്ട് ഗാംഗേയൻ എന്ന പേരുണ്ട്. അങ്ങനെ ധാരാളം പേരുകൾ വന്നത് എന്തുകൊണ്ടാണെന്നും എല്ലാം വിശദമായി പറഞ്ഞു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇതോടെ വ്യക്തമാക്കുവാൻ, സംശയങ്ങളെല്ലാം ദൂരീകരിക്കുവാൻ ഈ ഒരു ഭാഗം പ്രിയ ഭക്തരെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ദേവസേനാധിപതിയായ ത്രിമൂർത്തി ശക്തികളും ആ സ്ത്രീ ശക്തി സ്വരൂപിണിയും കൂടി ചേർന്ന ദേവനാണ് ശ്രീ മുരുക ഭഗവാൻ. അപ്പോൾ നമ്മൾ ത്രിമൂർത്തികളിൽ ഓരോരുത്തരെയും ശക്തി സ്വരൂപിണിയായ ദേവിയെയും ആരാധിക്കുന്നതിനേക്കാൾ വളരെ വേഗം ഫലം കിട്ടുന്നതാണ് ശ്രീ മുരുക ഭഗവാനെ ആരാധിക്കുന്ന ഭക്തർക്ക്. അതുകൊണ്ടാണ് ശ്രീ മുരുകൻ കലിയുഗ വരദനായി അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ എല്ലാവരെയും ശ്രീ മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവവും ശ്രീ മുരുക ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.